ഇന്നു മുതൽ ഈ മാസം മുതൽ നിങ്ങളുടെ കയ്യിലുള്ള ATM കാർഡ് വെച്ച് നിങ്ങൾ ATM-ൽ പോയി ക്യാഷ് എടുക്കുന്ന ഒരാളാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ SBIയുടെയോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിന്റെ ഒക്കെ ATM കാർഡ് ആണെങ്കിൽ അതേ സെയിം ബാങ്കിന്റെ ATM-ൽ പോയിട്ട് ക്യാഷ് എടുക്കുകയാണെങ്കിൽ ഒരു മാസം 5 ട്രാൻസാക്ഷൻ മാത്രമേ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ ആ കാർഡ് വെച്ച് നിങ്ങൾ മറ്റേതെങ്കിലും ബാങ്കിന്റെ ATM-ൽ പോയിട്ടാണ് ക്യാഷ് എടുക്കുന്നതെങ്കിൽ ഒരു മാസം 3 ട്രാൻസാക്ഷൻ മാത്രമേ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റൂ. അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ട്രാൻസാക്ഷനും 23 രൂപ വെച്ച് കൊടുക്കേണ്ടി വരും. ഇനി നിങ്ങൾ കാർഡ് ഇട്ടു, എമൗണ്ട് ടൈപ്പ് ചെയ്തു, നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാത്ത കാരണം ട്രാൻസാക്ഷൻ ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ 25 രൂപ അങ്ങോട്ട് കൊടുക്കണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫ്രീ ലിമിറ്റ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ATM-ൽ പോയിട്ട് ബാലൻസ് ചെക്ക് ചെയ്യുവാണെങ്കിൽ 10 രൂപയും അങ്ങോട്ട് കൊടുക്കണം. പിന്നെ HDFC-കാർക്ക് ഒരു പണിയുണ്ട്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും മാസത്തിന്റെ അവസാന ദിവസം പോയി രാത്രി 7:30-ക്ക് ശേഷമാണ് ട്രാൻസാക്ഷൻ നടത്തുന്നതെങ്കിൽ അത് അടുത്ത മാസത്തിന്റെ ലിമിറ്റിലേക്ക് ആഡ് ചെയ്യും. പിന്നെ നിങ്ങൾ നേരത്തെ ATM-ൽ നിന്ന് ഒരു ദിവസം 1 ലക്ഷം വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ 50,000 മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റൂ. സോ ഇതൊക്കെയാണ് വന്നിരിക്കുന്ന മേജർ ആയിട്ടുള്ള ചേഞ്ചസ്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ വീഡിയോ സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കാര്യങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാൻ പറയുക. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ ഈ ഒരു പേജും കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ വീഡിയോസ് കിട്ടും.